Praise the Lord. Praise the Lord. യേശു ക്രിസ്തുവിനെ ഇറക്കി വിട്ടു. ആര്? നസ്രത്ത് പള്ളിക്കാർ പറഞ്ഞു, വേണ്ട, നീ ഇവിടെ പ്രസംഗിക്കണ്ട. നസ്രത്ത് പള്ളിക്കാർ ഇറക്കി വിട്ടു യേശുവിനെ. യേശു നിരാശപ്പെട്ടില്ല. വായിക്കാം 4:30-31. യെസ്, ലൂക്കോസ് 4:30-31. ലൂക്കോസ് 4:30-31. നസ്രത്ത് പള്ളിയിൽ യേശു പുറത്തിറങ്ങി. യേശു എങ്ങോട്ടാ പോയത്? ആ വാതിൽക്കൽ ചെന്ന് മുട്ടി. ഒരവസരമല്ല ചോദിച്ചത്. കർത്താവ് എന്താ ചെയ്തെന്ന് ലൂക്കോസ് 4:30-31. യെസ്, ഹല്ലേലൂയ. അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. യെസ്, അടുത്ത 30-ാം വാക്യം. അനന്തരം അവൻ ഗലീലയിലെ പട്ടണമായ യെസ് കഫർനഹൂമിൽ ചെന്ന്, ഓ നസ്രത്ത്, നിനക്ക് യേശുവിനെ വേണ്ടെങ്കിൽ ഗലീലയിലെ മറ്റൊരു പട്ടണമായ കഫർനഹൂമിലേക്ക് യേശു ചെന്നു. ശബ്ബത്തിൽ ഉപദേശിച്ചു പോന്നു. അടുത്തതാണ്, അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അടുത്തത്, അവിടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒന്ന് നിർത്തണേ അച്ഛാ, വായിക്കണം, അത് തന്നെ വായിക്കണം. മൈക്ക് ഓഫ് ചെയ്യല്. അത് ഞാൻ പറയാൻ പോവാ. പ്ലീസ്, ഞാൻ പറയാം. ഓക്കെ, അവിടെ പള്ളിയിൽ അശുദ്ധബോധമായി. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, പള്ളിയിൽ എങ്ങനെ അശുദ്ധബോധം ബാധിക്കാൻ പറയുന്നത്? വായിക്കുമ്പോൾ എല്ലാം പറയാൻ പറ്റും. സ്തോത്രം. പിന്നെ ഒരു ഗുണം എന്നാണെന്നറിയോ? ഒരു നല്ല കാര്യം. അച്ഛൻ തന്നെ എല്ലാം വായിച്ചാൽ പിന്നെ ആ പേജ് മറിഞ്ഞോ, പിന്നെ ഈ പേജ് എടുക്കേണ്ട കുറേ സമയം എടുക്കും. വേറെ ആരെങ്കിലും ഒരു മൈക്കും ബൈബിളും കൂടെ ഉപയോഗിച്ചിരുന്നല്ലായിരുന്നു. മർക്കോസ് 1:23 വായിക്കുമ്പം അവിടെ ആ വാച അച്ഛൻ എടുക്കില്ല, അച്ഛൻ മറിക്കില്ല, അച്ഛൻ മറിച്ചാൽ പിന്നെ പ്രശ്നം ഓടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാം അധ്യായത്തിൽ മർക്കോസ് 1:23. ആരെങ്കിലും വായിക്കൊന്നും വേണ്ട, വായിച്ചു. മർക്കോസ് 1:23. ആ പള്ളിയല്ല, അവിടെ ഒരു വാചകം ഉണ്ട്, അവരുടെ പള്ളി. അതാണ്, ആ വാചകം വായിക്കാനാണ് ഞാൻ വെക്കാൻ പറഞ്ഞത്. നമ്മുടെ പള്ളിയിലല്ലോ. സന്തോഷം, ദൈവത്തെ സൂചിച്ചാട്ടെ. അവരുടെ പള്ളിയില്ല, അവരുടെ പള്ളി അശുദ്ധാത്മാവ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വളരെ രസമുള്ള കാര്യമുണ്ട്. അച്ഛാ വായിച്ചത് ഒന്നുകൂടെ. അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ചു. അശുദ്ധഭൂതം കഴിഞ്ഞപ്പോ വിശുദ്ധഭൂതം വരാറുണ്ട്. ഭൂതമല്ല, അശുദ്ധമല്ല. ഇത് പിന്നെ അശുദ്ധഭൂതം ഉണ്ട്. അന്യഭാഷ പറയുന്ന ഭൂതമുണ്ട്. വർഷങ്ങളായിട്ട് അന്യഭാഷ പറഞ്ഞ് സകല ഏടാം കൂടെ ഉണ്ടാക്കുന്ന ഭൂതം നമ്മുടെ ഇവിടെ അശുദ്ധ ഭൂതമല്ല, വിശുദ്ധ ഭൂതം. ഈ അശുദ്ധഭൂതം വിശുദ്ധഭൂതം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണം. അഭിഷക്തന്മാർ ആരാധിക്കുമ്പോൾ അശുദ്ധ ഭൂതം ഇളകും, വിശുദ്ധ ഭൂതം ഇളകുകയല്ല. ഇങ്ങനെ ഇരിക്കും. ആമേൻ. സകല ഏടാം കൂടുമായിട്ട് സ്തോത്രം. ചിലപ്പോഴൊക്കെ ശുശ്രൂഷയ്ക്ക് ദേവദാസന്മാർക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു ഭൂതമാണല്ലോ. പക്ഷെ അവരും പ്രാർത്ഥിച്ച് കർത്താവ് 3.5 കൊല്ലം യൂദായി ഇരിക്കും പോലെ ഇരിക്കട്ടെ. അവിടെ അശുദ്ധ ഭൂതം ബാധിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. വായിച്ചോ. അവൻ നസ്രയനായ യേശുവേ വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. നസ്രത്തിൽ ഇറങ്ങി വരുവാ യേശു. എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാം ബൈബിൾ വായിച്ചുകൊണ്ട് മനസ്സിലാക്കത്തില്ല. അവിടെ വായിക്കുന്നതിനാ മൈക്ക് കൊടുക്കുന്നത്. അത് അവിടെയുള്ള ഭൂതം പറയാണ്, കർത്താവേ നീ ആരെന്ന് ഞാൻ അറിയുന്നു. നസ്രത്തുകാരൻ അറിയില്ല, പള്ളിക്കാരൻ അറിയില്ല, വിവരമുള്ളവൻ അറിയില്ല, ബുദ്ധിയുണ്ടെന്ന് പറയുന്നവൻ യേശു ആരാന്ന് അറിയാതിരുന്നപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ചവൻ പറയാണ്, യേശുവേ നസ്രായനെ നീ ആരെന്നറിയുന്നു? ആരാ? നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. നസ്രത്തിൽ യേശുവിനെ തിരിച്ചറിയാത്തവരുണ്ടെങ്കിൽ തിരിച്ചറിയാത്തവരുടെ നിൽക്കണ്ട, തിരിച്ചറിയുന്നവരുടെയിലേക്ക് പോകാം. സ്തോത്രം. കഫർനഹൂമിലേക്ക് വാ. ഇന്ന് രാത്രി ശുശ്രൂഷ കഫർനഹൂമിലാ. പാരമ്പര്യം പറയുന്ന നസ്രത്ത് പള്ളിക്കാർക്ക് യേശുവിനെ വേണ്ടെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ ആഗ്രഹിക്കുന്ന കഫർനഹൂംകാര് ഇതാ യേശുവിനെ വാടി വിളിക്കുകയാ. യേശുവേ വാ. ഈ കാലഘട്ടത്തില് എല്ലാവർക്കും കർത്താവിന് വേണ്ട. എന്നാൽ കർത്താവിന് ആവശ്യമുള്ളവർ, രോഗശാന്തി ആവശ്യമുള്ളവർ, പാപമോചനം ആവശ്യമുള്ളവർ, വിടുതൽ ആവശ്യമുള്ളവർ, ആരാധന ആവശ്യമുള്ളവർ ഈ കോളിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കായി ദൈവത്തെ സ്തുതിക്കുക. വിശുദ്ധന്മാർ, വിശുദ്ധമണികൾ ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. ആരാധിക്കാൻ മനസ്സുള്ളവർ, ദൈവത്തെ സ്തുതിക്കാൻ മനസ്സുള്ളവർ, അന്യ ഭാഷകളിൽ എന്റെ ദൈവത്തെ ആരാധിക്കാൻ ഇഷ്ടമുള്ളവർ ഇന്ന് രാത്രി വന്നിട്ടുള്ളതില്ല. ദൈവത്തെ സ്തുതിക്കുക, മടിക്കരുത്, നിന്റെ പണം നോക്കരുത്. നസ്രായനോട് എന്താ നമ്മുടെ ആരാധന സ്വീകരിപ്പ. എന്റെ പ്രാണനാഥൻ വന്നിട്ടുണ്ട്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. ആരാധിക്കുന്നവരെ മൂന്ന് പറയാം. സ്തോത്രം. ഞാൻ പല ചർച്ചകളിലും പറയാറുണ്ട്, ഈ സഭയിലൊക്കെ കുഞ്ഞുങ്ങളെല്ലാം ഫ്രണ്ട് ഇരുത്തും. നമ്മുടെ നാട്ടിൽ, ഇവിടുത്തെ പോലല്ല, നമ്മുടെ നാട്ടിൽ. ഞാൻ പറഞ്ഞ അങ്ങനെ ഇരുത്തരുത്.
ഈ കുഞ്ഞുങ്ങളെ എന്തിനാ ഫ്രണ്ടിലിരുത്തുന്നതെന്ന് ഞാൻ എല്ലാവരും ചോദിക്കാറുണ്ട്. സ്തോത്രം, പ്രീസലോ. കുഞ്ഞുങ്ങളെ ഫ്രണ്ടിലിരുത്തുന്നത് എന്തിനാണെന്നറിയാമോ? മാതാപിതാക്കൾക്ക് ശരിയില്ലായിരിക്കും. മനസ്സിലായോ? മാതാപിതാക്കളെല്ലാം പുറകിലാണല്ലോ. അപ്പൊ കുഞ്ഞുങ്ങൾ ഫ്രണ്ടിലിരിക്കുകയാണെങ്കിൽ അവർ സന്തോഷമായിട്ട് ആരാധിക്കാം. പിന്നെ ആർക്കായിരിക്കും അത് ശല്യം? പ്രസംഗിക്കുന്നുണ്ട്. മാതാപിതാക്കൾ ആരാധിക്കണം. മാതാപിതാക്കൾ മക്കളെ ഇടം വലയിരുത്തണം. തന്നെയുമല്ല, അതിനകത്തൊരു ഇത് പറയാൻ പോവാ. നല്ലപോലെ ആരാധിക്കുന്ന കൃപയുള്ളവർ ഈ ഹോളിനകത്ത് നിറച്ചു കൊണ്ടിരിക്കുകയാണ്. അവരോടത് പറയും, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരു അഗ്നിയുണ്ട്, ഒരു അഗ്നി വലയമുണ്ട്, ഒരു ആത്മശക്തിയുണ്ട്. നിങ്ങൾ ആരാധിച്ചാൽ അത് പടരുന്ന ദൈവശക്തിയാണ്. ആ ബെഞ്ചിൽ നിൽക്കുന്ന മറ്റുള്ളവരിലേക്ക് ആത്മശക്തി പടരും. അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയാത്ത ആത്മവ്യാപാരം ഈ ഹോൾ മുഴുവൻ വ്യാപരിക്കും. ഇന്ന് രാത്രി ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ നന്നായിട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഇരിക്കുന്ന നമ്മൾ ആരാധിക്കുമ്പോൾ ഈ ഹോൾ മുഴുവൻ അഗ്നി പടരുകയാ. ഒരു തീയുടെ ദിവസമായി ഇന്ന് രാത്രി ദൈവം മാറ്റുന്നതിനാൽ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി കഫർനഹൂമിൽ യേശു വന്നിട്ടുണ്ട്. നസറത്തിൽ യേശുവിനെ ഇറക്കി വിട്ടെങ്കിൽ കഫർനഹൂമിൽ യേശു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ നടുവില്, ആഗ്രഹമുള്ളവരുടെ നടുവില്, വിശ്വസിക്കുന്നവരുടെ നടുവില്, ഏറ്റെടുക്കാൻ മനസ്സുള്ളവരുടെ നടുവില്, ആരാധിക്കാൻ കൃപയുള്ളവരുടെ നടുവില്, യേശുവേ നീ ആരെന്ന് അറിയുന്നു എന്ന് പറയുന്നവരുടെ നടുവില് ഇന്ന് രാത്രി പ്രാണനാമമുണ്ട്. Hallelujah. 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 കഫർനഹൂമിലെ ശുശ്രൂഷയിലേക്ക് കടക്കാൻ പോയി എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം. യേശു കഫർനഹൂമിലെത്തി. ആ ഭൂതബാധിതനെ സൗഖ്യമാക്കി യേശു കഫർനഹൂമിൽ ഉണ്ടെന്ന് ശുശ്രൂഷ തുടങ്ങിയ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം വായിച്ചോ. കഫർനഹൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നവനോട്, ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേരുടെ അധിപനാണ്. ആമേൻ. 100 പേരുടെ അധിപൻ, ഒരു 3 സ്റ്റാറെങ്കിലും ഉണ്ട് പുള്ളിയുടെ യൂണിഫോമിൽ. സാധാരണക്കാരനല്ല. യേശുവിനെ കാണാമെന്ന് ഓർക്കണം. നിങ്ങൾ നസറത്തിൽ ആർക്കും യേശുവിനെ വേണ്ട. അവിടെ 1 സ്റ്റാർ ഉള്ളവൻ പോലും ഇല്ല. അവർക്ക് യേശുവിനെ വേണ്ട. ഇവിടെ കഫർനഹൂമിൽ നോക്കിയ 3 സ്റ്റാർ ഉള്ളവൻ കാത്തു നിൽക്കുക. സ്തോത്രം. ഇത് വലിയ ശുശ്രൂഷയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത് കേട്ടോ. അല്ല, ആഗ്രഹമുള്ളവരുടെ നടുവിലേക്ക് ഈ രാത്രി യേശു വരികയാ. ഇന്ന് നോക്കിയ യേശു ശതാധിപന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശതാധിപൻ പറഞ്ഞ വാചകമാണ് പ്രധാനം. വായിക്കാം. എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവനവനോട് ഞാൻ വന്നവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഒരു നിമിഷം. സ്തോത്രം. കഫർനഹൂമിലും നസ്രത്തിനും ഒരു വ്യത്യാസം പറയാം. നസ്രത്തുകാർ പറയുന്നു ഞങ്ങളുടെ പള്ളിയിൽ നീ പ്രസംഗിക്കണ്ട. എന്നാൽ കഫർനഹൂമിലെ ശതാധിപൻ പറയാ പള്ളിയല്ല, എന്റെ വീട്ടിലോട്ട് പോരാ. സ്തോത്രം. യേശു പറയുന്നതാണോ ഞാൻ വീട്ടിലോട്ട് വരാൻ തയ്യാറാണ്. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. സക്കായി മരത്തിന്റെ മുകളിൽ ഇരിക്കുക. യേശു നടന്നു പോവുക. യേശു നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ ആ ലീഡർഷിപ്പ് നിൽക്കുന്നേ പറയും, മത്തായിയെ ഇതെന്നാ മരത്തിൽ ഇരിക്കുന്നവരെ ഞാൻ വിളിക്കുന്നു, ഇങ്ങോട്ട് വരാൻ എന്നേ പറയും. പക്ഷെ യേശു അങ്ങനല്ല ചെയ്ത്. യേശു എന്ന മരത്തിൽ ചോദിക്കുന്നു. ഇപ്പൊ സക്കായി ഹീറോ, യേശു ഹീറോ. യേശു താഴെ നിൽക്കുക. സക്കായിയെ വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. ആര് പറഞ്ഞു കൊടുത്ത പേര്? അപ്പൊ പേര് വിളിച്ച് ശുശ്രൂഷ ബൈബിളിലുണ്ട്. പക്ഷെ സക്കായിന്ന് വിളിക്കുമ്പോൾ സക്കായി ഇറങ്ങി വന്നാൽ ചാക്കോ ഇറങ്ങി വരാൻ അത്ര മാത്രമേ ഉള്ളൂ. പേര് വിളിക്കുന്നതൊന്നും തെറ്റൊന്നുമില്ല. സക്കായിയെ വേഗം ഇറങ്ങി വാ. ഇറങ്ങി. സ്തോത്രം. അവൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും യേശുവിനെ ശ്രദ്ധിച്ചു. ഇപ്പോൾ സക്കായി സീറോ, യേശു ഹീറോ. ആമേൻ. അവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോവുക. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. എരികോ പട്ടണത്തിൽ ഒരു ക്രൂസൈഡ് നടത്താമെന്ന് യേശു സക്കായി മരത്തെ നിറയ്ക്കുന്നുണ്ട്. ക്രൂസൈഡ് മാറ്റി സക്കായുടെ വീട്ടിൽ കോട്ടേജ് എത്തിക്കാൻ. ഇന്ന് രാത്രി ഇരിക്കുന്ന മരത്തെ ആ വാശിയെല്ലാം വിട്ടൊന്ന് ഇറങ്ങാമെങ്കിൽ തമ്പുരാൻ നമ്മുടെ വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് നടത്താൻ തയ്യാറാണ്. സമ്മതമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ വ്യക്തിപരമായ വാശിയും ആ സ്വഭാവത്തിൽ നിന്നും താഴേക്ക് സക്കായെ പോലെ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ സ്വന്തം സക്കായുടെ വീട്ടിലെ യോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. സക്കായുടെ വീട്ടിലെ യോഗം ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ഇരിക്കുകയാണ്. സക്കായി പറയാണ്, എനിക്കൊരു സാക്ഷ്യം വേണം. സ്വന്തം വീട്ടിൽ സാക്ഷ്യം പറയുന്നവനായി സ്തോത്രം. കോട്ടയക്കാരന് കൊടുങ്ങല്ലൂർ പറയാൻ നല്ല സുഖമാണ്. പക്ഷെ സക്കായി പറഞ്ഞു എന്റെ വീട്ടിൽ എനിക്ക് സാക്ഷ്യം പറയണം. പ്രീസറോ സക്കായി എഴുന്നേറ്റ് സാക്ഷ്യം പറയാണ് എന്ന് പറയുക മാത്രമല്ല, പുള്ളി പ്രവർത്തിക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് പറയുക മാത്രമല്ല, പ്രവർത്തിക്കുന്നതും കൂടെ സാക്ഷ്യം. നിന്നോട് ഞാൻ 400 മേടിച്ചിട്ടുണ്ട്. 4 16 $16,600